ഹായ് എവരിവൺ, ഐ എം യാസർ. ഇത് യാസർ ട്രേഡ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. ഞാൻ ഈ ചാനലിൽ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അധികമൊന്നും ആളുകളെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് പോലെയുള്ള ടോപ്പിക്കുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വീഡിയോസായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരു 6 വർഷമായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൺസിസ്റ്റൻ്റായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫുൾ ടൈം ട്രേഡറാണ്. ഇപ്പോൾ മറ്റ് ജോലികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രേഡിങ്ങിനെ കുറിച്ച് തന്നെയാണ് റിസർച്ച് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും എല്ലാം. ഈ യാസർ ട്രേഡ്സ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് ഇൻസൈറ്റുകൾ, അതായത് നോർമലി യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും മറ്റും യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് മോഡലിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാറില്ല. കൂടുതലും നെയ്ക്ഡ് പ്രൈസ് നോക്കിയിട്ട് ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പുകൾ നോക്കിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടതെന്നും മാർക്കറ്റിൻ്റെ കപ്പിൾഡ് ആൻഡ് ഡിക്കപ്പിൾഡ് സിറ്റുവേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ എൻ്റെ ചാനലിൽ ചർച്ച ചെയ്യാറ്. നിങ്ങൾ ആർക്കെങ്കിലും കറൻ്റ്ലി യൂസ് ചെയ്യുന്ന വേ ഓഫ് ട്രേഡിങ്ങിൽ മടുപ്പ് തോന്നി, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും അറിയണം എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മളിൽ പലരും വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. ഒരുപാട് പേര് അതിൽ കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നവരും, അതുപോലെ ഒരു താളം കിട്ടാതെ ഇപ്പോഴും ലോസ് എന്നുള്ള ആ ഒരു സൈക്കിളിൽ സറൗണ്ട് ചെയ്ത് കളിക്കുന്നവരും ഉണ്ടാകും. നമുക്ക് ഇതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് മോസ്റ്റ് കോമൺലി എല്ലാവരും പറയാറ് ഇറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോളജി. യെസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോളജി. പക്ഷേ ഈ സൈക്കോളജി നമുക്ക് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മളെ ഒരു പ്യുവർ സൈക്കോളജി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ട്രേഡറാക്കി മാറ്റാനുള്ള ഒരു സമയമാണ്. നോർമലി ഇറ്റ് ടേക്സ് അറൗണ്ട് 3 to 4 years. പക്ഷേ ഇമോഷണലി വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു 1-2 വർഷം കൊണ്ട് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സൈക്കോളജി കൊണ്ട് ബെറ്റർ ആയാൽ മാത്രം നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യനാണ് ബിഗിനേഴ്സ് എല്ലാവരും നോർമലി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ വാറൻ ബഫറ്റിന് പോലും മാർക്കറ്റിൽ നെക്സ്റ്റ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ സീറോ സം ഗെയിം എന്ന് പറയുന്ന ആളുകൾ, അതായത് അൺപ്രഡിക്റ്റബിൾ ആണ് മാർക്കറ്റ്. ആ ഒരു റിസ്ക്, അതായത് മാർക്കറ്റിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി എപ്പോഴൊക്കെ നമ്മൾ ഡിനൈ ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ ലോസിലേക്ക് പോകും. ഷുവറാണ്, നമ്മൾ എപ്പോഴൊക്കെ മാർക്കറ്റിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി ഡിനൈ ചെയ്യുന്നു ഈച്ച് ടൈം നമ്മൾ ലോസിലായിരിക്കും എൻഡ് ചെയ്യുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവമുള്ള ഒരു അസറ്റുമായിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഏക മാർഗം ഡിസിപ്ലിനാണ്, റിസ്ക് മാനേജ്മെൻറ്റാണ്, ഇമോഷണൽ മെച്യൂരിറ്റിയാണ്, ഓവർ ട്രേഡിംഗ് ഇല്ലാതിരിക്കലാണ്, അതുപോലെ റിവഞ്ച് ട്രേഡിംഗ് ഇല്ലാതിരിക്കലാണ്, ഓവർ ലിവറേജ് യൂസ് ചെയ്യാതിരിക്കലാണ്. സോ മേ ബി നമ്മൾ ട്രേഡ് ചെയ്യുന്ന 1-2 തവണ നമുക്ക് ഓവർ ലിവറേജ് യൂസ് ചെയ്തിട്ട് വലിയ ഹ്യൂജ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാകും. ബട്ട് അതേ ടൈപ്പ് ഓഫ് ട്രേഡിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ ലോസിലോട്ടോ പോകത്തുള്ളൂ. എല്ലാവർക്കും അറിയാം, ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ എങ്ങനെയാണ് ഈ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ബിഗിൻ ചെയ്യുക എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ട്രേഡിങ്ങിനെ എപ്പോഴും ലിമിറ്റ് ചെയ്യുക. അതായത് ആളുകൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ട്രേഡിങ്ങിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഒരു എൻട്രി മോഡൽ, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ട്രേഡിംഗ് സ്ട്രാറ്റജി, ഇറ്റ്സ് ലിമിറ്റിംഗ് അവർ സെൽഫ് ഫ്രം മേക്കിംഗ് മോർ മിസ്റ്റേക്സ്. അതാണ് റിയാലിറ്റി. ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിയലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് അവർ സെൽഫ് ഫ്രം മേക്കിംഗ് മോർ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് അവർ സെൽഫ് ഫ്രം മേക്കിംഗ് മോർ ട്രേഡ്സ്. അതാണ് ട്രേഡിംഗ് സ്ട്രാറ്റജി കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അല്ലാതെ നമ്മൾ റൈറ്റ് ഓർ റോങ്, അതായത് നമ്മൾ എടുക്കുന്ന ട്രേഡ് റൈറ്റ് ഓർ റോങ് എന്നുള്ള ആ ഒരു സംഗതിനേക്കാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിമിറ്റിംഗ് അവർ സെൽഫ് ഈസ് ദ ഓൺലി വേ ഓഫ് ഹാവിങ് ഫൺ ഫ്രം ദിസ് ഗെയിം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർട്ടൈൻ പാറ്റേൺ നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ എപ്പോഴാണോ മാർക്കറ്റിൽ വിസിബിൾ ആകുന്നത് അപ്പോൾ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതല്ലേ. അപ്പം ഈ ഒരു പാറ്റേൺ വിസിബിൾ ആവാത്ത സമയത്തൊക്കെ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുവാണ് ട്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ലിമിറ്റേഷൻ മാത്രമാണ് ട്രേഡിങ്ങിൽ സക്സസ് ആക്കത്തുള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻട്രി മോഡൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ള ആ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ സർവൈവൽ ഗെയിം എന്ന് പറയുന്നത്. ആ ഒരു പ്രോപ്പർ എൻട്രി മോഡൽ ഇല്ലാത്ത ആളുകൾ, അതായത് എൻട്രി മോഡൽ പ്രോപ്പർ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് 70% ട്രേഡേഴ്സും.
പലരും ഓരോ വീക്കിലി ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി സംടൈംസ് ഇറ്റ്സ് സ്റ്റൊക്കാസ്റ്റിക്സ്, അല്ലെങ്കിൽ മൂവിങ് ആവറേജ്, ക്രോസ് ഓവേഴ്സ്, ഓർ ICT, SMC എക്സെട്ര പലതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. 1 വീക്ക് ട്രൈ ചെയ്യും, മേ ബി പ്രോഫിറ്റബിൾ ആവും, അടുത്ത വീക്ക് ലോസിലോട്ട് പോകുമ്പോൾ സ്ട്രാറ്റജി മാറ്റും. ഈ പാറ്റേൺ നെവർ എൻഡിങ് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ വി നീഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. സോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത എല്ലാ സ്ട്രാറ്റജീസും എടുക്കുക, ടേക്ക് എവറിത്തിങ്, എന്നിട്ട് എല്ലാത്തിനും ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി എടുക്കാം, ട്രൈ ടു എവറിത്തിങ്. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ വേണം. നമ്മളെ ലിമിറ്റ് ചെയ്യേണ്ടത് സ്ട്രാറ്റജി കൊണ്ട് മാത്രമാകരുത്, സമയം കൊണ്ടും കൂടി നമ്മളെ ലിമിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഒരു ഗെയിം ചേഞ്ചിങ് പോയിൻ്റ് ആയിരിക്കും. ആദ്യം എല്ലാ സ്ട്രാറ്റജിയും എടുക്കുക. എല്ലാ സ്ട്രാറ്റജിയും എടുത്തിട്ട് ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ സ്ട്രാറ്റജി ഏത് സമയത്തിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് കൂടുതൽ ആക്യുറസി ഉള്ളതെന്ന് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിയൽ ടൈം ഡാറ്റ ഒന്നും വേണ്ട, നിങ്ങൾ മാനുവലി ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഏത് ടൈമിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ട്രേഡിങ്, നിങ്ങളുടെ എൻട്രി മോഡൽ വരുമ്പോൾ ആക്യുറസി കൂടുതലുള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസത്തിലും 1-2 ടൈം വിൻഡോസ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യുക. ഈ ഒരു എൻട്രി മോഡൽ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മേ ബി നിങ്ങൾക്ക് പല ദിവസങ്ങളിലും ഈ ടൈം വിൻഡോസിന് പുറമേ ഈ എൻട്രി മോഡൽ വരുമ്പം ട്രേഡ്സ് മിസ്സായേക്കാം. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രേഡിങ്ങിൽ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ. സോ ഒരു ടൈം വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടൈം വിൻഡോൻ്റെ ഉള്ളിൽ, ടൈം വിൻഡോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലും ബാക്ക് ടെസ്റ്റ്, നിങ്ങളെ ബാക്ക് ടെസ്റ്റ് എത്രത്തോളം എഫേർട്ട് ഇട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എത്ര സമയം ബാക്ക് ടെസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നോ അത്രയും സമയം നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈം വിൻഡോ കിട്ടും. സോ നിങ്ങളൊരു ടൈം വിൻഡോനെ അനലൈസ് ചെയ്യുക, ടൈം വിൻഡോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ടൈം വിൻഡോൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എൻട്രി മോഡൽസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുക. ആ ടൈം വിൻഡോ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഓർ ലോസ്, അല്ലെങ്കിൽ ലോസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അടുത്ത ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടൈം വിൻഡോ ആവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നത് ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ഈ എൻട്രി മോഡലിന് സക്സസ് റേഷ്യോ ഉള്ള സമയത്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം 1, 2, 3 തവണ ലോസ് കുടുങ്ങിയാലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നത് ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള സ്ട്രാറ്റജി മാത്രമല്ല ടൈമും കൂടിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 2 എഡ്ജായി മാർക്കറ്റിൽ. ഈ ഒരു പാറ്റേൺ നിങ്ങൾ എത്ര കൂടുതൽ കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു, ആ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു പീരീഡാണ് നിങ്ങളുടെ ട്രേഡിങ്ങിനെ സർവൈവ് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, നിങ്ങളുടെ സൈക്കോളജീനെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഇമോഷൻ ബ്രില്യൻ്റ് ആക്കുന്ന, ഇമോഷണലി മെച്യൂർ ആക്കുന്ന ട്രേഡിങ് ഐഡിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നെ ട്രേഡിങ്ങിൽ ഒരു സമയത്ത് എനിക്ക് മാർക്കറ്റ് എന്താണെന്ന് പോലും മനസ്സിലാവാതെ നമ്മൾ ഒരുപാട് കാലം പഠിച്ചിട്ട് ട്രേഡ് ചെയ്ത്, പക്ഷേ ഒരു സമയം എത്തുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു സമയം വരെ നന്നായിട്ട് ട്രേഡ് ചെയ്തു, പിന്നീട് അങ്ങോട്ട് എന്താ സംഭവിക്കുന്നതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ICTയുടെ ഒരു വീഡിയോ എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലും സമയത്തിലും ലിമിറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടാർഗറ്റും എക്സിറ്റും ആക്കി വെക്കാൻ മാത്രം യൂസ് ചെയ്താൽ മതി. സോ ആ രീതിയിലൊന്ന് നിങ്ങൾ ട്രേഡ്സിനെ അപ്രോച്ച് ചെയ്ത് നോക്കൂ, നല്ല ചേഞ്ചസ് എന്തായാലും ഉണ്ടാകും.